നാരങ്ങാച്ചാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 1 കിലോ നാരങ്ങ, ഇത് ലെമണാണ്, ഇത് മാങ്ങയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുമായിരിക്കും. 5 എണ്ണം കൊണ്ട് 1 കിലോ ആകുമോ എന്നുള്ളൊരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന് എണ്ണത്തിനായിരുന്നു വില. അപ്പം എണ്ണത്തിനാകുമ്പോൾ നമ്മുടെ തനിസ്വഭാവം കാണിക്കുമല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഏറ്റവും വലുത് നോക്കി തിരഞ്ഞെടുത്തു. ആവറേജ് 200 ഗ്രാം വെച്ചുകൊണ്ടിരണം. 250 ഗ്രാം ഇഞ്ചി ഇങ്ങനെ 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. 250 ഗ്രാം വെളുത്തുള്ളി 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. 100 ഗ്രാം കാന്താരിമുളക് അരിഞ്ഞു വെച്ചത്. 5 ടേബിൾ സ്പൂൺ വിനാഗിരി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 8 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉലുവ, 200 ഗ്രാം എണ്ണ. ഞാനിവിടെ എടുത്തിരിക്കുന്ന കനാല ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ 6 തണ്ട് കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ്. കറിവേപ്പില എടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഫ്രീസറിൽ ഇടുന്ന 1.5 വർഷം പഴക്കമുള്ള ആ 5 തണ്ടുണ്ടല്ലോ, അത് അടിയിലിടുക. എന്നിട്ട് ആ ഫ്രഷ് ആയിട്ടുള്ള 1 തണ്ട് മുകളിലിടുക. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ മൊത്തം ഫ്രഷാണെന്ന് തോന്നണം. പിന്നെ ഇതുപോലെ തമാശ പറയുമ്പോഴത്തേനും ഒരു മിനിമം 6 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യുക. അത് 10 പ്രാവശ്യം വരെ ആകുന്നതാണ്. പിന്നെ ടേക്ക് പോകുമ്പം എന്നെപ്പോലെ തോന്നയ്ക്ക പഞ്ചായത്തിലെ ഓരോ അരിമണിയും പിറക്കുന്നവരാണെങ്കിൽ ഒരു 10 പ്രാവശ്യം വരെ പോകാവുന്നതാണ്. തന്നെയാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ കേട്ടോ, കാരണം ആരും വഴക്ക് പറയാനില്ലല്ലോ. പിന്നെ ഈ വെളുത്തുള്ളിയുടെ തൊണ്ട് കളയാൻ വേണ്ടി ഒരു പൊടിക്കൈ കാണിക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് നമ്മളിങ്ങനെ പകുതിയായിട്ട് അടർത്തിയെടുത്തിട്ട് ഇതിൻ്റെ ഈ ചോട് ഇങ്ങനെ കണ്ടിച്ച് കളയണം. മേക്ക് ഷുവർ ആക്കണം അതിൻ്റെ ചോട് ഇതുപോലെ നല്ലപോലെ കണ്ടിച്ച് കളയണമെന്ന്. അതിനുശേഷം ഇതുപോലെയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ വെളുത്തുള്ളി ഓരോ അല്ലിയായിട്ട് വേർതിരിച്ച് ഇടുക. എന്നിട്ട് പാത്രം അടച്ച് എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിക്കുക. വേണമെങ്കിൽ ഒന്ന് ഉറക്കെ ധ്യാനിക്കാം. ദൈവമേ ശരിയാക്കിയോളണേ എന്ന് ഉറക്കെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കുടഞ്ഞിട്ട് കഴിയുമ്പോൾ ഇതുണ്ടോ ഇതുപോലെ പൊളിഞ്ഞു വരും. ഇതൊക്കെ ഓൾറെഡി പൊളിഞ്ഞായിരിക്കുന്നു. ഇനി ഈ നാരങ്ങ ഒന്ന് കഴുകി തുടച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ നാരങ്ങ ആ ഇഡ്ഡലിത്തട്ടിലേക്ക് വെക്കുക. ഈ നാരങ്ങയെല്ലാം അങ്ങനെ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ഇഡ്ഡലി പാത്രം അടച്ചു വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ആവിയിൽ പുഴുങ്ങിയെടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം, നാരങ്ങ പൊട്ടിപ്പോകാൻ നോക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഡ്ഡലിത്തട്ടില്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും സ്റ്റൗ ഓഫാക്കിയിട്ട് മൂട തുറന്ന് വെക്കണം. മൂട് തുറന്ന് ഇതിൻ്റെ ചൂട് നല്ലപോലെ പോകാൻ വെക്കണം. ചൂട് നല്ലപോലെ പോയി കഴിയുമ്പോഴത്തേനും ഈ നാരങ്ങ എടുത്ത് ഒരു പേപ്പർ ടവൽ കൊണ്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി കൊണ്ടോ തുടച്ചെടുക്കണം. ആ പുഴുങ്ങി വെച്ച നാരങ്ങ ചൂടാറി കഴിയുമ്പോഴത്തേനും നല്ലൊരു പേപ്പർ ടവൽ കൊണ്ടോ ക്ലീൻ ആയിട്ടുള്ളൊരു തുണി കൊണ്ടോ നല്ലപോലെ തുടച്ചെടുക്കണം. ആ മോയ്സ്ചറെല്ലാം പോകാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മോയ്സ്ചർ പോകും. എന്നാലും മേക്ക് ഷുവർ ആകാൻ വേണ്ടിയിട്ട് നാരങ്ങ പൂക്കാതെ ഇരിക്കാൻ വേണ്ടി അല്പം പോലും വെള്ളം ഇല്ലാതെ വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ 16 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. സാധാരണ ചെറിയ സൈസുള്ള നാരങ്ങയാണെങ്കിൽ ഒരു 8 കഷ്ണമായിട്ട് മുറിച്ചാൽ മതി. ഇപ്പോഴിങ്ങനെ നടുവേ മുറിച്ചു. ഇങ്ങനെ ഇപ്പം നാരങ്ങയുടെ നീരൊട്ടും പോകരുത്. നീരുൾപ്പെടെ ഇതിനകത്തിട്ട് പാത്രത്തിലേക്ക് അങ്ങനെ നമുക്ക് ഈ എല്ലാ നാരങ്ങയും മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ നാരങ്ങ മൊത്തം ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഞാൻ 16
കഷ്ണങ്ങളായിട്ടാണ് ഒരു നാരങ്ങ മുറിച്ച് വലുതായതുകൊണ്ട് 16 4 64 കഷ്ണമുണ്ട്. ശരിയല്ലേ കണക്ക്? 16 ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 200 ഗ്രാം അല്ലെങ്കിൽ 7 ഔൺസ് എണ്ണയിൽ നിന്ന് 150 ഗ്രാം അല്ലെങ്കിൽ 5 ഔൺസ് എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1 ടീസ്പൂൺ കടുക് ഇതിനകത്തിടുക. കടുക് പൊട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അതിൻ്റെ കറക്റ്റ് മൂട എടുത്തിരിക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1 ടേബിൾ സ്പൂൺ ഉലുവ അതിനകത്തിട്ടിടുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 15 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഉലുവ ഇത് ഒരു ബ്രൗൺ കളറാവും. അന്നേരപ്പോഴത്തേനും നമ്മൾ ഇതിനകത്ത് ആ 250 ഗ്രാം ഇഞ്ചി, 250 ഗ്രാം വെളുത്തുള്ളി എന്നിവയിട്ട് നല്ലപോലെ ഇളക്കി ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാകുന്നതിന് വരെ. പിന്നെ ഈ 5 മിനിറ്റ് 7 മിനിറ്റ് എന്നൊക്കെ സമയം പറയുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്റ്റൗവിന് ഇതുപോലെ സമയം കാണിക്കുന്നതാണ്. കാണുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണം. അപ്പോൾ ഒന്നെങ്കിൽ ആ സമയം കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എത്ര കുക്കായില്ലെങ്കിൽ ആ സമയം ആകുമ്പോൾ അടുത്ത പരിപാടി ചെയ്യണം. ഇത് ഈവനായിട്ട് വഴന്നു വരുന്നതിന് വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഓരോ മിനിറ്റിലും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും വെള്ളം വെച്ചിട്ട് 7 മിനിറ്റായി. ഇത് നോക്കി, കൃത്യം 7 മിനിറ്റ്. ബ്ലോക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതിനകത്തോട്ട് ഈ 100 ഗ്രാം പച്ചമുളക് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 3 മിനിറ്റ് ഈ പച്ചമുളക് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇത്ര എണ്ണ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ആയിട്ട് ഒത്തിരി ഉണ്ട്. 250 ഗ്രാം ഇഞ്ചി, 250 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ വഴന്ന് വരാൻ അത്ര എണ്ണയും വേണം. അതൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അച്ചാറിന്. ഇഞ്ചിയും വെളുത്തുള്ളിയും എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ് അച്ചാറിന്. ഇപ്പോൾ ആ പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ട് 3 മിനിറ്റായി. അപ്പോൾ നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടുക. എന്നിട്ട് ഇത് ഒരു മിനിറ്റ് കറിവേപ്പില ചെറുതായിട്ടൊന്ന് നോക്കാൻ വേണ്ടി 1 മിനിറ്റ് ഇളക്കുക. എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലാണെന്ന് ഉറപ്പ് വരുന്നത് കേട്ടോ. കറിവേപ്പില ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇടുക. എന്നിവ ഇട്ടിട്ട് ഒരു 1 മിനിറ്റ് ഈ മസാലയൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടി ഇളക്കുക. ആ മസാലയൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും നമ്മളെടുത്ത് വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ കായപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇളക്കുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ചാടിപ്പോയെന്നിരിക്കും, അത് മൈൻഡ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് ആ ബാക്കിയിരിക്കുന്ന 50 ഗ്രാം എണ്ണ കൂടെ ആഡ് ചെയ്യുക. 50 ഗ്രാം എണ്ണയും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കുക. അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 8 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആദ്യം ഒരു 6 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ നാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശ്രദ്ധിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഈ പാത്രം നിറച്ചുണ്ട്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇളക്കണം. ആ നാരങ്ങ ആഡ് ചെയ്ത് നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തു. ഇനി നാരങ്ങയുടെ തൊണ്ടൊക്കെ ഒന്ന് വേകാൻ വേണ്ടി, നാരങ്ങ ഒരുമാതിരി നമ്മൾ സ്റ്റീം ചെയ്തപ്പോൾ എന്താണ്, എന്നാലും തൊണ്ടൊക്കെ ഒന്ന് വേകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇടയ്ക്ക് മൂട തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം മൂട തുറന്ന് നമുക്കൊരു 5 മിനിറ്റും കൂടെ വെക്കാം. അന്നേരം ഫ്ലെയിം ലോയിലേക്ക് ആക്കിയിടുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും
നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ 5 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് നല്ലപോലെ ഇളക്കുക. ഞാൻ ഇതിനകത്തോട്ട് 5 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്യാൻ കാരണം US-ലെ ലെമൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ ലെമണിന് പുളി കുറവാണ്. അതുകൊണ്ടാണ്. നിങ്ങൾ നാട്ടിലെ ചെറുനാരങ്ങ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനാഗിരി മതിയാവും. ഉപ്പും വിനേഗറും ഒക്കെ പാകമാണെന്ന് ഒന്ന് നോക്കണം. അത് പാകമായില്ലെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായില്ലെങ്കിൽ അല്പം കൂടെ ഉപ്പോ വിനേഗറോ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഒരു ഒട്ടും നനവില്ലാത്ത മോയ്സ്ചറില്ലാത്ത പാത്രത്തിലേക്ക് ഇട്ട് അടച്ചു വെക്കണം. ഇത് 1 വർഷം വരെ അല്പം പോലും പൂപ്പലൊന്നും ഇല്ലാതെ കേടാകാതെ ഇരിക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു മിനിമം 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. 1 മാസം കഴിഞ്ഞാണെങ്കിൽ അത്രയും കൂടെ നല്ലത്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഉടനെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഒരു നല്ല ടേസ്റ്റ് വരണമെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.